ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചെങ്ങറയാണ്. ഇത് പ്രത്യേകിച്ച് കുറച്ച് ബ്യൂട്ടി ഏരിയ ആണെന്ന് പറയാം. കാരണം കുറച്ച് നാളായി ഈ ഒരു ഏരിയ ഒന്ന് അത്യാവശ്യം ഒന്ന് ഫേമസ് ആയി വരുന്നു. ഏകദേശം ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഇവിടെ സ്ഥലത്തിൽ വന്ന് കാണും. ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ മുമ്പേ പോയ നേരത്തെ ഉള്ള വീഡിയോയുടെ ബാക്കിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കുറേ അധികം കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ വേണ്ടി. ഞാൻ എല്ലാത്തിനും ഡീറ്റെയിൽ എന്തായാലും ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ടോപ്പിക് അതല്ല, നമ്മൾ നേരത്തെ ചെയ്തു വെച്ചൊരു ടോപ്പിക്കിൻ്റെ ബാക്കിയാണ്. ഞാൻ ഒരുപാട് 360 വീഡിയോ ഈ കാണുന്ന പോലെ ഒരുപാട് 360 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ അധികം ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് 360 വീഡിയോ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയുടെ ഒരു ചെറിയൊരു മോഡലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ലൈവിൽ ഇനി തൊട്ടല്ല എല്ലാ സൺഡേയിലും നമ്മൾ ലൈവിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ കാണുന്ന ഈ ഒരു പ്രകൃതി ഭംഗി കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വരെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ട് നമുക്ക് 360 വീഡിയോ എടുത്തത്. ഇവിടെ കുറേ അധികം ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് 360 വീഡിയോ ചെയ്തത്, ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്യാമറയുണ്ട്, ഞാൻ ഇൻസ്റ്റാ 360 ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ 2 തവണ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഞാൻ ആ ക്യാമറ വെച്ച് ചെയ്തതല്ല, ഞാനത് ഫോൺ വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഫോൺ ഏത് തന്നെ ആയാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാ ഫോണിനകത്തും ഞാൻ പറയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 360 വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എന്തായാലും ഞാൻ ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ പറയാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം, എന്നാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് 360 വീഡിയോ നമ്മുടെ ഫോണിൽ ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റ് സാമ്പിളൂടെ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഗൈസ്, വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ വീക്കെൻഡും സൺഡേ നമ്മൾ ലൈവ് വരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ലൈവിൽ എല്ലാവരും വരുന്നുണ്ട്, എല്ലാവരും നല്ല ജോളിയായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് എന്തായാലും കിടക്കാം. അപ്പം ഈ പറയുന്ന സ്റ്റെപ്പ് നിങ്ങൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഇനിയും കാണുന്ന വിഷ്വൽ എന്ന് പറയുമ്പോഴത്തേന് ഞാൻ അടുത്ത ഈ ക്യാമറയിലാണ് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 360 ലെൻസ് ആയി ഇട്ടിട്ടുള്ളൂ, 4K ലെൻസ്. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇൻസ്റ്റാ 360 ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ എന്തായാലും ചെയ്യാം. അപ്പം ഇത്രയും യൂസേജ് റിവ്യൂ ആണ്, കാരണം ഒരിക്കലും ഓപ്പണിംഗ് വീഡിയോ അല്ല. കാരണം ഓപ്പണിംഗ് വീഡിയോ അത്യാവശ്യം യൂട്യൂബ് ഫേമസ് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫോൾട്ടും അതേപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. അപ്പം ഇനിയുള്ള കാണുന്ന വിഷ്വൽ ഇതിൽ നിന്നായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഫോൺ ത്രൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്ത് ഞാൻ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഫോൺ എടുത്തൊന്നുമില്ല, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി 2 ആപ്ലിക്കേഷൻ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. ഒന്നുമില്ല, ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, സ്ട്രീറ്റ് വ്യൂ. ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൽ എടുക്കേണ്ടത്. ആദ്യം നമുക്ക് 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഒന്നാമത്തെ സ്ട്രീറ്റ് വ്യൂ, ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ എന്നുള്ളതും തീറ്റ പ്ലസ്. തീറ്റ 360 ആപ്പ് എന്ന് അടിച്ചാൽ മതി. അതിൽ രണ്ടാമത്തെ കാണുന്ന തീറ്റ പ്ലസ്, ഇത് യൂസ് ചെയ്താൽ മതി. ഇതാകുമ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ജെനുവിനായിട്ട് തന്നെ നമുക്ക് ശരിക്കും എന്താ പറയുക, നല്ല ഔട്ട്പുട്ട് കിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തന്നെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് വ്യൂ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അത്യാവശ്യം ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ പെർമിഷൻ എല്ലാം നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഓപ്ഷനില്ല, ക്രിയേറ്റ്, ഇതിന് താഴെ ക്രിയേറ്റ് ആണ്, അത് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത ഓപ്ഷൻ ഫോട്ടോ ഷെയർ, ഈ ഫോട്ടോ ഷെയറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരുന്നു നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ 360 ലെൻസ് ആണ്, അതുകൊണ്ട് കറക്റ്റ് നമുക്ക് സൂം ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇങ്ങനൊരു ഇൻ്റർഫേസ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാം ഒരു സർക്കിളിൻ്റെ അകത്തൊരു യെല്ലോ പോയിൻ്റ് വന്നിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ഫോണ് നമ്മൾ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക, എപ്പോഴും പൊസിഷൻ മാറാതെ ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഫുള്ള് കംപ്ലീറ്റ് എടുക്കുന്നതിന് വരെ നമ്മൾ ഒറ്റ പൊസിഷനിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാ ഈ കാണുന്ന ഈ ഒരു യെല്ലോ ഡോട്ട് ഈ സർക്കിളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ആ ഒരു ക്യാപ്ചർ അവിടെ ക്യാപ്ചർ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നൈസ് ഒരു ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ എങ്ങോട്ട് വേണേൽ നമുക്ക് തിരിക്കാം. അപ്പോഴത്തേനും അടുത്ത ഫോട്ടോ ക്യാപ്ചർ ചെയ്യും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഒരു ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഞാനിപ്പം ശരി ഒന്ന് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി തന്നെ ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലപോലെ നല്ല ടൈം എടുത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
നമുക്ക് ഒരേ ടൈമിൽ തന്നെ അതിൻ്റെ മുകൾ വശവും താഴ്വശവും നമുക്ക് എടുക്കാൻ സാധിക്കും. നമ്മൾ നിൽക്കുന്ന ഭാഗം തന്നെ നമുക്ക് മുകൾ വശവും താഴ്വശവും എല്ലാം ഒരേ ടൈമിൽ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അങ്ങനെ എടുക്കാം, നമുക്ക് കംപ്ലീറ്റ് ആ ഒരു വിഷ്വൽ നമുക്ക് കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മളിതാ അടുത്ത ആപ്പ് ഓപ്പൺ ചെയ്തേക്കണം തീറ്റ+. അതാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അതോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്ത ആ ഒരു വീഡിയോ ഇങ്ങനെ ഇൻ്റർഫേസിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഒരു ആപ്പിൽ വന്ന് കിടക്കും. നമ്മളത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെടുത്ത ആ ഒരു വീഡിയോയുടെ ഫുൾ 360 വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് ഇതേപോലെ ആയിരിക്കും വീഡിയോ ഇരിക്കുന്നത്. അതിൻ്റെ താഴെ കുറേ ആനിമേഷൻ ഉണ്ട്. ആ ആനിമേഷൻ എന്നുള്ള ഓൾറെഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റുകളായ ഒരുപാട് എഫക്റ്റുകൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഓരോ എഫക്റ്റ് യൂസ് ചെയ്താണ് ഇതേപോലെ 360 വീഡിയോ നമ്മൾ ഫോണിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ കാണുന്നത് സെക്കൻഡ് എഫക്റ്റാണ്. അങ്ങനെ ഓരോ പല മോഡൽ എഫക്റ്റ് ഇതിനകത്തുണ്ട്. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു എടുത്ത വീഡിയോ നമുക്ക് സേവ് ചെയ്യും. പിന്നെ ചെറിയൊരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോക്ക് ചെറിയ രീതിയിൽ ക്ലാരിറ്റി ഒന്ന് കുറയും. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പക്ഷേ ഒരു കാര്യമാണ്, നമ്മൾ ചെയ്ത ആ ഒരു മൊത്തം പർപ്പസ് അതേപോലെ കറക്റ്റ് രീതിയിൽ അതിൻ്റെ ഒരു ഒറിജിനൽ രീതിയിൽ തന്നെ ഔട്ട്പുട്ടായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് കിട്ടുന്നതാണ്. ഡയറക്റ്റ് നമ്മുടെ ഫോണിലേക്ക് തന്നെ നമുക്ക് സേവ് ചെയ്യാം. ഒരു പെയ്ഡ് ആപ്ലിക്കേഷൻ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട. നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ഫയൽ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ 360 വീഡിയോ നമ്മൾ ഏത് എഫക്റ്റാണ് കൊടുത്തത് ആ ഒരു എഫക്റ്റിൽ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഗാലറിയിലേക്ക് നമുക്ക് അപ്ലോഡായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒന്ന് അപ്ലോഡ് ആവുന്ന ഒരു ചെറിയ വെയിറ്റ് ഉള്ളൂ, കുറച്ചൊന്നും ലാഗേ ഉള്ളൂ. അത് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. പിന്നെ ഈ ഒരു വീഡിയോ നമുക്ക് ഏത് സോഷ്യൽ മീഡിയ എവിടെ വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അതേപോലെ അടിപൊളിയായിട്ട് വീഡിയോ നിങ്ങൾക്ക് വരും. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ട്രാവലിംഗ് വീഡിയോ കുറേ ചെയ്യാനുണ്ട്. നമുക്ക് അന്ന് ചെയ്ത് നിർത്തിയതിൻ്റെ ബാക്കിയായിട്ട് കുറേ ചെയ്യാനുണ്ട്. അപ്പം ഇതുപോലുള്ള കൂടുതൽ സ്ഥലങ്ങൾ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എത്രയും പറഞ്ഞ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. സോ ബൈ.